ഈ എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്ന വ്യക്തിക്കെതിരെ സൈബർ ആക്രമണം നടത്തിയെന്ന് പറഞ്ഞ് നിരവധിയായ ആളുകളുടെ പേരിൽ കേസെടുത്തു. അതേസമയം തന്നെ മഹിളാ കോൺഗ്രസിന്റെയും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിലും KSUവിലും ഒക്കെ പ്രവർത്തിക്കുന്ന വനിതാ പ്രവർത്തകർ നിരവധിയായ CPM അനുഭാവികൾക്കെതിരെ CPMന്റെ നേതൃനിരയിൽ ഇരിക്കുന്ന ആളുകൾക്കെതിരെ അടക്കം സൈബർ ഇടത്തിൽ അധിക്ഷേപിച്ചതിന്റെ പേരിൽ പരാതി നൽകിയിട്ട് ഒരു കേസ് ചാർജ് ചെയ്യാൻ പോലും കേരളത്തിലെ പോലീസ് സംവിധാനം തയ്യാറായിട്ടില്ല. പക്ഷേ CPMന്റെ ഒരു വനിതാ നേതാവ് കേസ് കൊടുത്ത തൊട്ടടുത്ത നിമിഷം പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി ആളുകളെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഈ സൈബർ അധിക്ഷേപങ്ങൾക്കെതിരെ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന വനിതകളെ അപമാനിക്കുന്ന ആളുകളെ അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പിണറായി വിജയൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നവരാണ് ഞങ്ങളെന്ന് പറയുന്ന അതേ ആളുകളാണ് ഇത്തരത്തിൽ സ്ത്രീകൾ നൽകുന്ന പരാതികൾ പോലും ഗൗനിക്കാതെ മുന്നോട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ പിണറായി വിജയന്റെ സ്ത്രീപക്ഷ നിലപാട് എന്താണ്? അതിപ്പോ KJ ഷൈൻ ടീച്ചറിന്റെ കാര്യം പറഞ്ഞു. ഷൈൻ ടീച്ചറിന്റെ കാര്യത്തിലെങ്കിലും പെട്ടെന്നൊരു നടപടി സ്വീകരിച്ച പിണറായി വിജയൻ ഗവൺമെന്റിനെയും പോലീസിനെയും ഞങ്ങൾ അഭിനന്ദിക്കുക. കാരണം അങ്ങനെ ഒരു സൈബർ ആക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്തപ്പോൾ തന്നെ പരാതി എനിക്ക് തോന്നുന്നു രേഖാമൂലം കൊടുക്കുന്നതിന് മുമ്പേ ആക്ഷൻ എടുക്കുന്ന തരത്തിലേക്ക് മാറി. പക്ഷെ നമുക്കിവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന്റെ എത്ര വനിതാ നേതാക്കന്മാർക്കെതിരെ എന്തെല്ലാം തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ പ്രിയങ്കരനായ ഷാഫി പറമ്പിൽ MP ക്കെതിരെ ഒരു കാഫിർ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഒരു തെരഞ്ഞെടുപ്പിന് വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് പുറത്തു കൊണ്ടുവന്ന സംഘടനയാണ് CPM. അതിനൊക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഇപ്പൊ പലപ്പോഴും പല വിഷയങ്ങളും ഞാൻ ഉൾപ്പെടെ പരാതി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ MP-മാർക്കെതിരെ അല്ലെങ്കിൽ MLA-മാർക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വളരെ മോശപ്പെടുത്തുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിലൂടെയും വാട്സപ്പിലൂടെയും പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. അത് കൂടുതലും CPM ആളുകളാണ്. അവർ അന്തം കമ്മികൾ എന്ന് പറയുന്ന തരത്തിലുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ അയച്ചുകൊടുക്കുന്നത്. അപ്പൊ അതിനെതിരെയൊക്കെ നമ്മൾ പലപ്പോഴും ഞാൻ ഉൾപ്പെടെ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പരാതി ഷാഫി പറമ്പിൽ MP ക്കെതിരെ ഒരാൾ ഒരു വാട്സപ്പിലിട്ട ഒരു മെസ്സേജ്, ആ മെസ്സേജിനകത്ത് ഞാൻ നേരിട്ട് SP കൊണ്ട് ഒരു പരാതി കൊടുത്തു. അതിനുശേഷം എന്നെ സൈബർ ഓഫീസിൽ നിന്ന് വിളിക്കുകയാണ്. ആ പരാതി കൊടുത്ത ആളുടെ വീട് ഇവിടെ ചോറ്റാനിക്കര ഭാഗത്താണ്. അവിടെ നിന്നുള്ള ഓഫീസിൽ നിന്ന് എന്നെ വിളിക്കുകയാണ്, നിങ്ങൾ ഈ പരാതി പിൻവലിക്കുകയല്ലേ, കാരണം ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഇപ്പൊ നിലവിലെ നിയമം വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കേസ് പിൻവലിക്കുന്നതായിരിക്കും നല്ലത് എന്ന് എന്നെ ഫോണിൽ വിളിക്കുകയാണ്. പക്ഷെ അതേ സമയത്താണ് ഷൈൻ ടീച്ചർ ഒരു പരാതി കൊടുത്തപ്പോൾ എത്ര ആളുകളെയാണ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത്, എത്ര ആളുകൾക്കെതിരെയാണ് കേസ് എടുത്തത്. അപ്പൊ അത് പിണറായി വിജയൻ സർക്കാരിന്റെ അല്ലെങ്കിൽ ഈ പോലീസിന്റെ നിലപാട് ചില ആളുകൾക്ക് അവർക്ക് താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എന്ത് നടപടി സ്വീകരിക്കാൻ ഈ സർക്കാർ തയ്യാറാണ്. എന്നാൽ മറുവശത്ത് ഇത്തരത്തിൽ മോശമായിട്ട് വളരെ മോശമായിട്ട് എത്ര സ്ത്രീകൾക്കെതിരെയാണ് CPMന്റെ സൈബർ കമ്മികൾ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കെതിരെയാണ് പലതരത്തിലുള്ള അധിക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. എത്ര പരാതികളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പക്ഷെ അതിനെതിരെ ഒന്നും ഒരു നടപടിയും ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ ഈ പോലീസിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. മറ്റൊരു കാര്യമുള്ളത്, കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഒരു ക്രൗഡ് പുള്ളർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഷാഫി പറമ്പിൽ MP. നിരന്തരമായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മത്സരിക്കാൻ വന്നത് മുതൽ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്ത് CPM ആക്രമിക്കുകയാണ്. ഒരുപക്ഷെ കേരളത്തിൽ BJP-ക്കാർ പോലും ചെയ്യാത്ത തരത്തിൽ അദ്ദേഹത്തിന്റെ മതം ചികഞ്ഞ് ആക്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. നേരത്തെ താങ്കൾ പറഞ്ഞ കാഫിർ സ്ക്രീൻഷോട്ട് അതിന് ഉദാഹരണമാണ്. ഏറ്റവും അവസാനം പേരാമ്പ്രയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗപ്പെടുത്തി ഷാഫിയെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തുകൊണ്ടായിരിക്കും ഷാഫി പറമ്പിലിനെ CPM ഇത്രത്തോളം ഭയക്കുന്നത്? അതിന് കാരണം വടകരയിലെ ആ തോൽവി ഇപ്പോഴും അംഗീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം അവരുടെ ഏറ്റവും വലിയൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരെ CPM ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച ഒരാളാണ് ശൈലജ ടീച്ചർ. ആ കോവിഡിന്റെ കാലഘട്ടത്തിലൊക്കെ വലിയൊരു PR വർക്കാണ് ശൈലജ ടീച്ചർക്ക് വേണ്ടിയിട്ട് CPM നടത്തിയത്. അപ്പോൾ ആ ശൈലജ ടീച്ചറെയാണ് ഷാഫി പറമ്പിൽ ഇവിടെ വടകരയിൽ ചെന്നിറങ്ങി വലിയൊരു ഭൂരിപക്ഷത്തിൽ, കാരണം അവരൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല, 1.25 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി പറമ്പിൽ വിജയിച്ചത്. അന്നു മുതൽ തുടങ്ങിയ ആ ഒരു വിഷമമാണ് CPMനെ സംബന്ധിച്ച് ഏത് തരത്തിലും ഷാഫി പറമ്പിലിനെ തകർക്കുക അതിനു വേണ്ടിയിട്ട്. പിന്നെ അദ്ദേഹം അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്ട് വളരെ വലുതാണ്. ഇപ്പൊ വടകര പാർലമെന്റിൽ ഒരു 5-6 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. ആ നിയോജക മണ്ഡലങ്ങളിലൊക്കെ വലിയൊരു തരംഗം സൃഷ്ടിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അത് CPMനും പൂർണ്ണമായ ബോധ്യമുണ്ട്. കഴിഞ്ഞ 19 വർഷമായിട്ട് കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരു കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ MLA ഉണ്ടാവാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷെ ഈ തവണ അതിനൊക്കെ ഒരു മാറ്റം വരുന്ന തരത്തിൽ അദ്ദേഹം അവിടെ ചെന്ന് ഇറങ്ങിയതിന് ശേഷം വലിയൊരു മാറ്റം അവിടെ ഓരോ നിയോജക മണ്ഡലത്തിലും ഉണ്ടായിട്ടുണ്ട്. അത് CPMന് പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ട്. അതുപോലെ തന്നെ വളർന്നു വരുന്ന ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ യുവജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു നേതാവായിട്ട് ഷാഫി പറമ്പിൽ മാറിയിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് CPM ഭയക്കുന്നത്. ഒരു തരത്തിലും ഷാഫി പറമ്പിൽ ഇനി വലിയ തരത്തിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ അനുവദിക്കരുത് എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അവർ പലപ്പോഴും അദ്ദേഹത്തെ ആക്രമിക്കുന്നത്. ഇപ്പൊ എന്ത് വിഷയം ഉണ്ടായാലും, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വിഷയം ഉണ്ടായപ്പോൾ പോലും കൃത്യമായിട്ട് ഷാഫി പറമ്പിലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വന്ന ഒരു തരത്തിലുള്ള ആരോപണം പോലെ, അല്ലെങ്കിൽ ഷാഫിയാണ് ഇതിനെല്ലാം പിന്നിലെന്നുള്ള തരത്തിൽ വ്യാജമായിട്ട് സൃഷ്ടിക്കുന്ന സൈബർ മീഡിയയിലുള്ള CPMന്റെ അണികൾ ഉൾപ്പെടെ മോശമായിട്ട് ഷാഫി പറമ്പിലിനെതിരെ ഒരു വലിയ വാർത്തകളൊക്കെ സൃഷ്ടിക്കുന്നു. അപ്പൊ ഒരു വലിയ ടാർഗറ്റ്
അദ്ദേഹത്തെ ഇല്ലാതാക്കുക എന്ന വലിയ ടാർഗറ്റ്. ഇപ്പൊ ഏറ്റവും അവസാനം പോലീസിനെ ഉപയോഗിച്ച് പോലും അദ്ദേഹത്തിനെ ആക്രമിക്കുന്ന, കാരണം നമ്മളൊന്നും ഇതിനു മുമ്പ് കേട്ടുകളിവില്ല ഒരു MP-ക്കെതിരെയൊക്കെ പോലീസ് അതിക്രമം ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു സമരത്തിനിടയിൽ ഒരു MLA അല്ലെങ്കിൽ MP അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധിയൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പോലീസ് അവിടെ സംയമനം പാലിക്കാറാണ് പതിവ്. ഇത് അദ്ദേഹത്തെ പോലും അടിച്ചാക്രമിച്ച് അത് മൂക്കിനടിച്ച് മൂക്കിന്റെ പാലം പൊട്ടിക്കുന്ന തരത്തിലേക്ക് CPM മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അദ്ദേഹത്തെ അവർ ഭയക്കുന്നു വലിയ തരത്തിൽ. കാരണം ഇന്നത്തെ പൊളിറ്റിക്സ് അല്ല, നാളത്തെ പൊളിറ്റിക്സിൽ പോലും ഷാഫി പറമ്പിലിനെ CPM വളരെയധികം ഭയക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇപ്പൊ അദ്ദേഹത്തിനെതിരെ നടക്കുന്ന ഈ ആക്രമണങ്ങളായാലും ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങളെല്ലാം ആയാലും. അവസാനം ഒരു ചോദ്യം കൂടി. കേരളത്തിൽ ഇപ്പോൾ CPM കോൺഗ്രസ് നേരിടേണ്ടി വരുന്നത്, ഒരു ഭാഗത്ത് CPM-ന് രാഷ്ട്രീയ എതിരാളികൾ എന്ന് പറയാൻ സാധിക്കും, മറുഭാഗത്ത് പോലീസിന് താങ്കൾ പറഞ്ഞതുപോലെ ജനപ്രതിനിധികളെ പോലീസ് ആക്രമിക്കുന്നത് കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണ്. അത്തരത്തിൽ ഷാഫി പറമ്പിലിനെ ആക്രമിക്കുന്നു, പല മാർച്ചുകളിലും MLA-മാരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. കൃത്യമായി പോലീസിനെ രാഷ്ട്രീയവൽക്കരിച്ചതിന്റെ ഒരു ഉദാഹരണമായി നമുക്ക് ഇതിനെ വിലയിരുത്താൻ സാധിക്കും. ഇതിനെയെല്ലാം മറികടന്ന് പോലീസിനെയും CPM-നെയും BJP-യെ എല്ലാം മറികടന്ന് 100-ലധികം സീറ്റുമായി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന ശുഭാപ്തി വിശ്വാസം തന്നെയാണോ യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഭാരവാഹി എന്ന നിലയിൽ വ്യക്തിപരമായി താങ്കൾക്കുള്ളത്? 100% നല്ലൊരു വിശ്വാസമാണ്. കാരണം കേരളത്തിലെ ജനങ്ങളെ നമുക്ക് വിശ്വാസമുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു തെറ്റ് പറ്റി, 5 വർഷം മുമ്പ് ഒരു തെറ്റ് പറ്റി. ആ തെറ്റ് പറ്റിയതിന്റെ ഒരു ഫലമാണ് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. കാരണം വളരെയധികം പ്രയാസത്തില് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇവിടെ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു വികസന പ്രവർത്തനം പ്രഖ്യാപനങ്ങൾ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന പദ്ധതികളെല്ലാം അതിന്റെ പൂർത്തീകരണം മാത്രം ഈ കാലഘട്ടത്തിൽ ചില പദ്ധതികളുടെ പൂർത്തീകരിക്കാൻ സാധിച്ചു. അല്ലാതെ ഒരു വികസന പ്രവർത്തനവും നമ്മുടെ നാട്ടിൽ നടന്നിട്ടില്ല. എന്നാൽ സാധാരണക്കാരനെ സംബന്ധിച്ച് ഇനി വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ? വൈദ്യുതി ചാർജ്, അല്ലെങ്കിൽ ആ ഒരു സാധാരണക്കാർ വീട് പണിയുന്നുണ്ടെങ്കിൽ അവരുടെ ബിൽഡിംഗ് പെർമിറ്റിന്റെ ഫീസ്, അങ്ങനെ എല്ലാത്തിലും വാട്ടർ വെള്ളക്കരം ഉൾപ്പെടെ ഇനി വർദ്ധിപ്പിക്കാനായിട്ടൊന്നും ബാക്കിയില്ല. ബസ് ചാർജ് ആയാലും KCB-യുടെ ആയാലും എല്ലാ മേഖലയിലും വർധനവ്. സാധാരണക്കാർക്ക് ഒരു ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെയാണ് ഇപ്പൊ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി സാധാരണക്കാരായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തുന്ന ആളുകളോടും അങ്ങനെ ഏതു മേഖലയിലുള്ള ആളുകളോടും സംസാരിച്ചാൽ പോലും അവരൊക്കെ വളരെയധികം പ്രയാസത്തിലാണ്. ഇനി ഈ സർക്കാർ വെച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനങ്ങളെ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്. ഈ സർക്കാരിനെ പുറത്തേക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലും ഞങ്ങളോടൊപ്പം തന്നെ ഇവിടുത്തെ ജനങ്ങളും നിൽക്കുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസം. അതിന്റെ ഒരു ധൈര്യത്തിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കേരളത്തിലെ കോൺഗ്രസിന്റെയും UDF-ന്റെ നേതാക്കന്മാരൊക്കെ 100-ലധികം സീറ്റുമായിട്ട് നമ്മൾ തിരിച്ചു വരും എന്ന് പറയാൻ കാരണം അത് തന്നെയാണ്. കേരളത്തിലെ ജനങ്ങളോടുള്ള വിശ്വാസം ഈ ഗവൺമെന്റിനെ അത്രയേറെ കേരളത്തിലെ ജനങ്ങൾ വെറുക്കുന്നുണ്ട്.